നമ്മുടെ വീടുകളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ് മരുമകൾ, അമ്മായിയമ്മ പോര്, കുടുംബ പ്രശ്നങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ഒരു വീടിനകത്ത് അച്ഛൻ, അമ്മ, മകൻ, മരുമകൾ ഇവരൊരുമിച്ച് താമസിക്കുന്നത് കൊണ്ടല്ലേ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ കല്യാണം കഴിഞ്ഞ് ഇവരൊരു സെപ്പറേറ്റ് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്നവർക്ക് സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സാമ്പത്തികം ചിലപ്പോൾ ഉണ്ടാവില്ല. അവർക്കൊരു വീട് വയ്ക്കാൻ വേണ്ടി സേവ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരൊന്ന് ശ്രമിച്ചാൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു പോർഷനിൽ തൽക്കാലം ഒരു അടുക്കളയും ബാത്റൂം ഇതൊക്കെ ഒരു മിനിമൽ സെറ്റപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അവരവിടെ താമസിക്കട്ടെ. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഹെൽപ്പ് അവർ ചെയ്യും, അവർക്കുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ കുട്ടികളെ നോക്കുന്നതിനോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പിക്ക് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾക്കും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള ആഗ്രഹം ഇതിന് തോന്നും. അത് വളരെ ചെറുപ്പത്തിലെ തന്നെ സ്വന്തമായി താമസിക്കുമ്പം ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബോണ്ടിങ്ങും കൂടും. ഇപ്പോൾ 2 നിലയുള്ളവർക്കാണെങ്കിൽ വളരെ സൗകര്യം, മുകളിൽ അവർ സെപ്പറേറ്റ് വീട് പോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മളുടെ അച്ഛനമ്മമാർ ചിന്തിക്കത്തില്ല. അവരെല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കുക, ഒരു അടുക്കള അവർ ഷെയർ ചെയ്യും. എന്നിട്ട് അതുണ്ടാക്കിയത് ശരിയായില്ല, ഇതുണ്ടാക്കിയത് ശരിയായില്ല, അവരാ ജോലി ചെയ്തില്ല, ഇവരെന്നെ ഹെൽപ്പ് ചെയ്തില്ല. പിന്നെ അച്ഛനമ്മമാർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കഴിവതും അവർ സെപ്പറേറ്റ് താമസിക്കാൻ ശ്രമിക്കണം. പിന്നെ മക്കളുടെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കണം. മക്കളാണെന്നുണ്ടെങ്കിൽ അവനവന് സാമ്പത്തിക കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പോയി താമസിക്കുക, അടുത്ത് താമസിക്കാം.